ഓം ശാന്തി. 23/7/69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ ആ മുരളിയിൽ നമ്മൾ എവിടെയാണ് അധികാരിയാകേണ്ടത്, എവിടെയാണ് ബാലകനാകേണ്ടത്, ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ സ്പഷ്ടമാക്കി പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. ഇനി അതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. സമയ പ്രതി സമയ हर एक छोटा बड़ा अपनी शक्ति और सम्मान को रखने की कोशिश करता है. സമയാസമയങ്ങളിൽ ഓരോരുത്തരും, അതിന് ചെറിയവരോ വലിയവരും, തൻ്റെ ശക്തിയും തൻ്റെ സമാനത്തെയും വയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആകെ ചൽക്കർ യഹ് സമസ്യ കുച്ച് ജ്യാദാ സാമനെ ആനെ വാലി ഹെ. കുറച്ച് മുന്നോട്ട് പോകുന്തോറും ഈ പ്രശ്നം കുറച്ച് കൂടുതലായിട്ട് തന്നെ മുന്നിൽ വരാൻ പോവുകയാണ്. इसलिए ही जो निमित्त बने हुए हैं उनको बहुत निर्माणचित बनना पड़ेगा. അതുകൊണ്ട് തന്നെ ആരാണോ നിമിത്തമായിട്ടുള്ളത് അവർക്ക് വളരെ വിനയമനസ്സുള്ളവരാകേണ്ടി വരും. നിർമാൺ അർത്ഥാത് അപ്പനെ മാൻ കാ ഭി ത്യാഗ്. നിർമാൺ അർത്ഥം തൻ്റെ മാനത്തിൻ്റെയും കൂടി ത്യാഗം. നിർമാൺ എന്ന് പറയുമ്പോൾ ബാബ പറയുകയാണ്, കുട്ടികൾക്ക് തൻ്റെ ഒരു മാനം എന്നുള്ളതും കൂടി വേണ്ട, അത്രയും ഒരു ത്യാഗ മനോഭാവം വേണം. ത്യാഗ് സേ ഫിർ ഔർ ഹി ജ്യാദാ ഭാഗ്യം മിൽത്താ ഹൈ. ത്യാഗത്തിലൂടെ വളരെ കൂടുതൽ ഭാഗ്യം കിട്ടും. ജിത്തന ആപ്പ് ത്യാഗ് കരേങ്കെ ഉത്തന ഔർ ഹി ആപ്കോ സമാൻ മിലേഗ. എത്രമാത്രം നിങ്ങൾ ത്യാഗം ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് സമാനം കിട്ടും. അപ്പോൾ ബാബ ഇവിടെ ത്യാഗത്തിലൂടെ നമുക്കെത്ര ഭാഗ്യം ഉണ്ടാകും അത് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള മാനമോ അപമാനമോ ഒന്നും തന്നെയില്ല. എല്ലാം സമർപ്പണ ഭാവനയിൽ ത്യാഗം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഉയർന്ന ഭാഗ്യം, അർത്ഥം സമാനം കിട്ടും എന്ന് ബാബ പ്രത്യേകിച്ചും നിമിത്തമായവരോട് പറയുകയാണ്. जितना अपना समान खुद रखवाने की कोशिश करेंगे उतना ही समान गवाने का कारण बन जाएगा. എത്രമാത്രം തൻ്റെ സമാനം സ്വയം വെപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവോ അത്രയും സമാനം നഷ്ടപ്പെടുന്നതിനുള്ള കാരണമായി തീരും. അതായത് മറ്റുള്ളവരെ കൊണ്ട് ഞാൻ ഉയർന്നതാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ കൊണ്ടുവരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമാനത്തെ ഇല്ലാതാക്കുകയുള്ളൂ. അതുകൊണ്ട് ബാബ പറയുകയാണ്, നിങ്ങൾ സ്വയം ത്യാഗം ചെയ്യാൻ പഠിക്കൂ. മറ്റുള്ളവർ ഇനി ബഹുമാനം തന്നാലും ഇല്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സമാനത്തിലിരുന്നു കൊണ്ട് ബാബയുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളോട് ഉപദേശിക്കുകയാണ്. इसलिए बालक और मालिक बने की सीढ़ी को जल्दी जल्दी उतरोर चढ़ो. അതുകൊണ്ട് ബാലകൻ്റെയും അധികാരിയുടെയും സീഡി പെട്ടെന്ന് കയറി ഇറങ്ങുകയും ചെയ്യും. അതായത് ഒരു സെക്കൻഡിൽ ബാലകനാകേണ്ടി വരും, അടുത്ത സെക്കൻഡിൽ മാലിക്കാകേണ്ടി വരും. ഞാൻ എല്ലാം ആണെന്നുള്ള ബോധത്തിലിരിക്കുന്ന സമയത്തായിരിക്കും വളരെ ഒരു കൊച്ചുകുട്ടിയാകേണ്ടി വരുന്നത്. ബാബ പറയുകയാണ്, സാരമില്ല, ഈ ഏണിപ്പടി കയറാനും ഇറങ്ങാനും ഉള്ളതാണ്. ഈ ഏണിപ്പടി നിങ്ങൾ എത്ര പെട്ടെന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് ഉയർച്ചയാണ് മക്കളെ എന്ന് ബാബ ഉപദേശിക്കുകയാണ്. इस अभ्यास को बढ़ाना है. ഈ അഭ്യാസത്തെ വർദ്ധിപ്പിക്കണം. इसलिए ही आपको बुलाया है. അതുകൊണ്ടാണ് ബാബ നിങ്ങളെ വിളിപ്പിച്ചത്. अब इसमें सफलता तो तभी होगी जबकि परिस्थिति को परखने की शक्ति होगी. ഇപ്പോഴിതിൽ സഫലത അപ്പോഴേ ഉണ്ടാകുകയുള്ളൂ എപ്പോഴാണോ പരിതസ്ഥിതിയെ തിരിച്ചറിയുന്നതിനുള്ള ശക്തി വരുന്നത്. परिस्थिति को परखने से फिर परिणाम ठीक निकलता है. പരിതസ്ഥിതിയെ ശരിക്ക് തിരിച്ചറിയുകയാണെങ്കിൽ റിസൾട്ട് ശരിയായിട്ട് വരും. परखते नहीं है तो परिणाम उल्टा हो जाता है. തിരിച്ചറിയുന്നില്ല എങ്കിൽ പരിണാമം വിപരീതമായിരിക്കും. അതായത് ഏത് പരിതസ്ഥിതിയാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് ശരിക്ക് തിരിച്ചറിയുകയാണെങ്കിൽ അവിടെ നമുക്ക് ബാലകനാകേണ്ട സ്ഥലമാണെങ്കിൽ ബാലകനായാൽ പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ എവിടെ മാലിക്കാകേണ്ടതാണോ ആ പരിതസ്ഥിതിയെ മനസ്സിലാക്കി അവിടെ മാലിക്കാകുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല.
മറിച്ച് ബാലകനാകേണ്ടടുത്ത് മാലിക്കാകുകയും മാലിക്കാകേണ്ട സ്ഥാനത്ത് ബാലകനാകുകയും ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വിപരീതമായി തീരും എന്ന് ബാബ പറയുകയാണ്. അപ്പോൾ ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ളത് തിരിച്ചറിയുന്ന ശക്തിക്കാണ്. परखने की शक्ति बढ़ाने का क्या पुरुषार्थ है? തിരിച്ചറിയുന്നതിനുള്ള ശക്തിയെ എങ്ങനെ വർദ്ധിപ്പിക്കാം? दिल की सफाई से भी इस बात में बुद्धि की सफाई जास्ती चाहिए. മനസ്സിൻ്റെ ശുദ്ധതയേക്കാൾ ഈ കാര്യത്തിൽ ബുദ്ധിയുടെ ശുദ്ധതയാണ് കൂടുതൽ വേണ്ടത്. संकल्प की जो शक्ति है उनको ब्रेक लगाने की पावर हो. സങ്കല്പത്തിൻ്റെ ശക്തിയെ ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ശക്തി ഉണ്ടാകണം. मन का संकल्प व बुद्धि की जजमेंट जो भी हो तो मन और बुद्धि दोनों को एक तो पावरफुल ब्रेक चाहिए और मोड़ने की भी शक्ति चाहिए. അപ്പോൾ ഇവിടെ ബാബ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കാര്യം പറയുകയാണ്. അതായത് ഒന്ന് മനസ്സിൻ്റെ ശുദ്ധത, അടുത്തത് ബുദ്ധിയുടെ ശുദ്ധതയെക്കുറിച്ചും പറഞ്ഞു. അതായത് സങ്കല്പങ്ങളുടെ ശക്തിയെ ബ്രേക്ക് ചെയ്യുന്നതിനുള്ള പവർ വേണം. മനസ്സിൻ്റെ സങ്കല്പം അഥവാ ബുദ്ധിയുടെ തീരുമാനം, മനസ്സും ബുദ്ധിയും ദോനോങ്കോ ഏക് തോ പവർഫുൾ ബ്രേക്ക് ചെയ്യും. ഒന്ന് പവർഫുൾ ബ്രേക്ക് വേണം, അടുത്തത് മോഡിനേക്ക് വി ശക്തി ചെയ്യേ, അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ശക്തി വേണം. അതായത് പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വളയേണ്ട അടുത്ത് വളയുക, ഒതുങ്ങേണ്ട അടുത്ത് ഒതുങ്ങുക, അതാണ് ബാബു പറയുന്നത്. അവിടെ അഡ്ജസ്റ്റിംഗ് പവർ വേണം. അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധതയേക്കാൾ കൂടുതൽ ബുദ്ധിയുടെ ശുദ്ധതയാണ് ആവശ്യം. യഹ് ദോനോ ഹി ശക്തിയോ കി ബഹുത്ത് ജരൂരത്ത് ഹൈ. ഈ രണ്ട് ശക്തികളുടെയും വളരെ അത്യാവശ്യമാണ്. इसी को ही याद की शक्ति व അവ്യക്ത ശക്തി കഹാ ജാത്ത ഹൈ. ഇതിനെ തന്നെയാണ് ഓർമ്മയുടെ ശക്തി അഥവാ അവ്യക്ത ശക്തി എന്ന് പറയുന്നത്. അഗർ ബ്രേക്ക് न दे सकेंगे तो भी ठीक नहीं, अगर ट्रेन नहीं कर सकेंगे तो भी ठीक नहीं. ബ്രേക്ക് ഇടാൻ കഴിയുന്നില്ല എങ്കിലും ശരിയല്ല, ടേൺ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ശരിയാകുകയില്ല. तो ब्रेक देने और मोड़ने की शक्ति होगी तो बुद्धि की शक्ति व्यर्थ नहीं गवाएंगी. അപ്പോൾ ബ്രേക്ക് ഇടുന്നതിന് അഥവാ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ശക്തി ഉണ്ട് എങ്കിൽ ബുദ്ധിയുടെ ശക്തി വ്യർത്ഥമാകുകയില്ല. എനർജി വേസ്റ്റ് ന ഹോക്കർ ജമാ ഹോത്തി ജായെങ്കി. എനർജി വേസ്റ്റ് ആകാതെ ആ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. जितनी जमा होंगी उतना ही परखने की, निर्णय करने की शक्ति बढ़ेगी. എത്രമാത്രം ബുദ്ധിശക്തി വർദ്ധിക്കുന്നുവോ അത്രയും തിരിച്ചറിയുന്നതിനുള്ള, നിർണയിക്കുന്നതിനുള്ള ശക്തി വർദ്ധിക്കും. യഹുവി അഭ്യാസ് ഭട്ടിമേ കർണ ചാഹിയേ. ഈ അഭ്യാസവും ഭട്ടിയിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. तो अपने मन और बुद्धि को कहाँ तक ब्रेक लगा सकते हो और मोड़ सकते हो अपने को ചെക്ക് करना है. തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും എനിക്ക് എവിടം വരെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, എനിക്ക് എവിടം വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അത് ഞാൻ സ്വയം ചെക്ക് ചെയ്യണം. कोई बात में एक्सीडेंट होने की भी यही दो कारण होते हैं. ചില കാര്യങ്ങളിൽ അപകടം ഉണ്ടാകുന്നതിൻ്റെയും ഈ രണ്ട് കാരണങ്ങൾ തന്നെയാണ്. ഖാസ് പാണ്ഡവവും പ്രതി ബാഗ്ദാദാക്ക യഹി വിശേഷ ഇഷാര ഹെ. പ്രത്യേകിച്ചും പാണ്ഡവർക്ക് ബാഗ്ദാദയുടെ വിശേഷ ഒരു സൂചനയാണിത്. ബാബ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അതായത് ഒന്ന് പവർഫുൾ ബ്രേക്ക് ഇടുന്നതിനുള്ള ശക്തി, അടുത്തത് ബുദ്ധിയെ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള പവർ. അപ്പോൾ ഇത് രണ്ടും ഉണ്ട് എങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാതെ കാര്യങ്ങൾ സഹജമായി സരളമായി തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ബുദ്ധിശക്തി വേസ്റ്റ് ആകാതിരിക്കാൻ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭട്ടിമേത്തോ ബോധ് കൂച്ച് സുനാഹോങ്ക. ഭട്ടിയിൽ വളരെയധികം കാര്യങ്ങൾ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. ഐസേ തോ നഹി കി ബോധ് സുൻതേ ഹോ തോ ബിന്ദു സ്വരൂപമേ രഹന മുഷ്കിൽ ഹോ ജാത്ത ഹൈ. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യാൻ പ്രയാസമാണ് എന്ന് കുട്ടികൾ കരുതണ്ടായ. പരന്തു
बिंदु रूप में स्थित रहने की कमी का कारण यही है कि पहला पाठ ही कच्चा है. ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള കുറവ് ഇതാണ് കാരണം. ആദ്യത്തെ പാഠം തന്നെ കുട്ടികൾ പച്ചയാണ്, അതായത് പാകമായിട്ടില്ല, പക്വമായിട്ടില്ല, ആ പാഠം ശരിക്ക് പഠിക്കുന്നില്ല. കർമ്മ കർത്തേ ഹുയേ अपने को अशरीरी आत्मा महसूस करे, यह सारे दिन में बहुत प्रैक्टिस चाहिए. കർമ്മം ചെയ്തുകൊണ്ടും ഞാൻ അശരീരി ആത്മാവാണ്, ഈ പ്രാക്ടീസ് മുഴുവൻ ദിവസവും വളരെയധികം ചെയ്യണം. प्रैक्टिकल में न्यारा होकर कर्तव्य में आना, यह जितना जितना अनुभव करेंगे उतना ही बिंदु रूप में स्थित होते जाएंगे. പ്രാക്ടിക്കലായിട്ട് വേറിട്ട് നിന്നുകൊണ്ട് കർത്തവ്യത്തിലേക്ക് വരിക, ഇത് എത്രമാത്രം അനുഭവത്തിൽ കൊണ്ടുവരുന്നു അത്രയും ബിന്ദു സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വേറിട്ട് നിന്നുകൊണ്ട് ആ കർമ്മം ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബിന്ദുരൂപ സ്ഥിതിയിലേക്ക് സ്ഥിതി ചെയ്യാൻ എളുപ്പമാകും എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. परंतु यह अटेंशन कम रहता है. പക്ഷേ കുട്ടികൾക്ക് ഇതിൽ ശ്രദ്ധ വളരെ കുറവാണ് എന്ന് ബാബ പറയാം. ശരിക്കും ആത്മബോധത്തിൽ ആദ്യത്തെ പാഠത്തിൽ നമ്മൾ കുട്ടികൾ പക്വമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുരുഷാർത്ഥത്തിൽ ഇത്രയധികം നമ്മളിൽ വീഴ്ച കാണുന്നതും. അതുകൊണ്ട് ബാബ നമ്മളെ പുരുഷാർത്ഥത്തിൽ ഫാസ്റ്റാകുന്നതിന് വേണ്ടി നമ്മളെ ഉപദേശിക്കുകയാണ്. ആപ്പ് കഹെങ്കി സമയ നഹി മിൽത്താ ഹെ. കുട്ടികളെപ്പോഴും ബാബയോട് ഈ പരാതിയാണ് പറയുന്നത്, ബാബ സ്ഥിതി ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല. ലേക്കിൻ സമയത്തോ നിക്കാൾ സക്തേ ഹെ അഗർ ലക്ഷ്യ ഹേ തോ. ലക്ഷ്യമുണ്ട് എങ്കിൽ സമയം നിങ്ങൾക്ക് എടുക്കാനൊക്കെ കഴിയും. ജൈസെ വിശേഷ് കാം പർ ജാത്താ ഹേ തോ ഉസ്കേ ലിയെ ആപ്പ് ഖാസ് ഖ്യാൽ രഖ് കർ ഭി സമയം നിക്കാൽത്തേ ഹോ ന. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് സമയമെടുക്കാറുണ്ടല്ലോ, അതിനുവേണ്ടി മാറ്റിവെക്കാറുണ്ടല്ലോ. യഹി സംഗം കാ തോടാ സമയ ജോ രഹാ ഹുവാ ഹെ ഉസ്മേ യഹ് വിശേഷ് കർമ്മ ഹോ. സംഗമത്തിൻ്റെ കുറച്ച് സമയം ഏതാണോ ഇനി അവശേഷിക്കുന്നത് അതിൽ വിശേഷിച്ച് ഈ കാര്യം ചെയ്യണം. അവശേഷിക്കുന്ന കുറച്ച് സമയം സംഗമത്തിൻ്റേത്. ആ സമയം നമ്മൾ ഓരോരുത്തരും ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് നമ്മൾ കൂടുതൽ കൂടുതൽ കർമ്മയോഗികളാകാൻ ശ്രദ്ധിക്കണം എന്ന് ബാബ നമ്മളെ ഉപദേശിക്കുകയാണ്. വിശേഷ കാം സമച്ച്കർ ബീച്ച് ബീച്ച് മേ സമയ നിക്കാലോ തോ നിക്കാൽ സക്തേ ഹെ പരന്തു അഭ്യാസ് നഹി ഹെ. ഇതൊരു വിശേഷ കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് സമയമെടുക്കാൻ കഴിയും. പക്ഷേ കുട്ടികൾക്ക് അതിൻ്റെ പ്രാക്ടീസ് ഇല്ല. ഞാൻ ആത്മാവാണെന്നുള്ള പ്രാക്ടീസ് നമുക്കില്ല. അതിന് സമയം എടുക്കണം, ഇത് അത്യാവശ്യമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിതിൽ സമയമില്ല എന്ന് പറഞ്ഞൊഴിയുന്നത് എന്ന് ബാബ പറയുകയാണ്. ഇസ്ലിയെ സോച്ചിത്തേ സോച്ചിത്തേ ഹി സമയ ഹാത്തോം സേ ചലാ ജാ രഹാ ഹെ. അതുകൊണ്ട് ചിന്തിച്ച് ചിന്തിച്ച് തന്നെ സമയം നിങ്ങളുടെ കൈകളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പ് ധ്യാൻ രഖോ തോ ജൈസി ജൈസി പരിസ്ഥിതി ഉസി പ്രമാൺ അപ്പനി പ്രാക്ടീസ് ബടാ സക്തേ ഹോ. നിങ്ങൾ ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള പരിതസ്ഥിതിയാണോ അതിനനുസരിച്ച് പ്രാക്ടീസ് വർദ്ധിപ്പിക്കാൻ കഴിയും. ഈസ് അഭ്യാസ് മേ തോ സബീ ബച്ചേ ഹെ. ഈ അഭ്യാസത്തിൽ എല്ലാ കുട്ടികളും ഉണ്ട്. സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആത്മസ്ഥിതി പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ് എന്ന് ബാബ വളരെ സ്നേഹത്തോടെ നമ്മളെ ഉപദേശിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നമ്മുടെ സേവനത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരവും ബാബ ഈ പറയുന്ന ബിന്ദു രൂപസ്ഥിതി തന്നെയാണ്. അതുതന്നെയാണ് ബാബ വേറൊരു ഭാഷയിൽ അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ നമ്മളോട് കൂടുതൽ കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. वास्तव में बिंदु रूप में स्थित होना कोई मुश्किल बात नहीं है. വാസ്തവത്തിൽ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് പ്രയാസമുള്ള കാര്യമല്ല. ബിന്ദു രൂപത്തോ ഹൈ ഹി ന്യാര. ബിന്ദു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിൽ നിന്നും വേറിട്ടതാണ്.
നിരാകാർ ഭി ഹേ തോ ന്യാര ഭി ഹേ. നിരാകാരനുമാണ്, വേറിട്ടതുമാണ്. आप भी निराकारी और न्यारी स्थिति में स्थित होंगे तो बिंदु रूप का അനുഭവ करेंगे. അപ്പോൾ നിങ്ങളും നിരാകാരിയും വേറിട്ട സ്ഥിതിയിലും സ്ഥിതി ചെയ്യുകയാണ്. അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ ബിന്ദു രൂപത്തിൻ്റെ അനുഭവം ചെയ്യും. ചലത്തെ ഭിർത്തെ അവ്യക്ത സ്ഥിതി കാ അനുഭവ കർ സക്തെ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും തിരിയുമ്പോഴും അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ കഴിയും. प्रैक्टिस ऐसी सहज हो जाएगी कि जब भी चाहो तभी അവ്യക്ത സ്ഥിതി में ठहर जाओगे. പ്രാക്ടീസ് അങ്ങനെ സഹജമാകും, എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. एक सेकंड की अनुभव से कितनी शक्ति अपने में भर सकते हो वो भी अनुभव करेंगे. ഒരു സെക്കൻഡിൻ്റെ അഭ്യാസത്തിലൂടെ എത്ര ശക്തി സ്വയം തന്നിൽ നിറയ്ക്കാൻ കഴിയും അതും അനുഭവിക്കാൻ കഴിയും. और ब्रेक देने मोड़ने की शक्ति भी अनुभव में आ जाएगी. ബ്രേക്ക് ഇടുന്നതിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ശക്തിയും അനുഭവത്തിൽ വരും. तो बिंदु रूप का अनुभव कोई मुश्किल नहीं है. ബിന്ദു രൂപത്തിൻ്റെ അനുഭവം പ്രയാസമുള്ള കാര്യമേ അല്ല. संकल्प ही नीचे लाता है. संकल्प को ब्रेक देने की पावर होगी तो ज़्यादा समय अव्यक्त स्थिति में स्थित रह सकेंगे. സങ്കല്പം തന്നെയാണ് താഴോട്ട് കൊണ്ടുവരുന്നത്. സങ്കല്പത്തെ ബ്രേക്ക് ഇടുന്നതിനുള്ള പവർ വരികയാണെങ്കിൽ കൂടുതൽ സമയം അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. अपने को आत्मा समझ उस स्वरूप में स्थित होना है. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. जब स्वस्थिति में स्थित होंगे तो भी अपने जो गुण हैं वह तो अनुभव होंगे ही. എപ്പോഴാണോ സ്വസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്വയം ജോ ഗുണ ഹെ, സ്വയം തൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണോ അതും അനുഭവം ചെയ്യാൻ കഴിയും. ജിസ് സ്ഥാൻ पर पहुंचा जाता है उसके गुण न चाहते हुए भी अनुभव होता है. ഏത് സ്ഥാനത്താണോ എത്തുന്നത് അതിൻ്റെ ഗുണവും ആഗ്രഹിക്കാതെ തന്നെ അനുഭവം ചെയ്യാൻ കഴിയും. आप किसी शीतल स्थान पर जाएंगे तो न चाहते हुए भी शीतलता का अनुभव होगा. നിങ്ങൾ ഏതെങ്കിലും ശീതള സ്ഥാനത്ത് പോവുകയാണെങ്കിൽ ആഗ്രഹിക്കാതെ തന്നെ ശീതളതയുടെ അനുഭവം ഉണ്ടാവും. യഹ് ഭി ഐസാ ഹി ഹൈ. ഇതും അങ്ങനെ തന്നെയാണ്. ആത്മാഭിമാനി അർത്ഥാത് ബാപ് കി യാദ്. ആത്മാഭിമാനി അർത്ഥം ബാബയുടെ ഓർമ്മ. आत्मिक स्वरूप में बाबा की याद नहीं रहे यह तो हो नहीं सकता. ആത്മീയ സ്വരൂപത്തിൽ ബാബയുടെ ഓർമ്മയില്ലാതിരിക്കുക ഇത് അസാധ്യമാണ്. ആത്മസ്വരൂപം വന്നാൽ ബാബയുടെ ഓർമ്മ സ്വതവേ ഉണ്ടാകും. ജൈസെ ബാപ്പ് ദാദാ दोनों अलग अलग नहीं हैं वैसे आत्मिक निश्चय बुद्धि से बाप की याद भी अलग नहीं हो सकती. ഏതുപോലെ ബാബയും ദാദയും രണ്ടുപേരും വേറെ വേറെയല്ല, അതേപോലെ ആത്മീയ നിശ്ചയബുദ്ധിയിലൂടെ ബാബയുടെ ഓർമ്മ വേറെയാകുക നടക്കുകയില്ല. ഏതുപോലെ ശിവബാബ ബ്രഹ്മബാബ ഒരിക്കലും വേറെ വേറെയല്ല, അതേപോലെ ആത്മനിശ്ചയബുദ്ധിയുള്ള ഒരാത്മാവിന് ബാബയുടെ ഓർമ്മ ഇല്ലാതിരിക്കുകയില്ല. നിരന്തരം സ്ഥിതി ചെയ്യുന്നവർക്ക് ബാബയുടെ ഓർമ്മ ഒപ്പം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ബിന്ദു രൂപത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ എത്രമാത്രം സ്ഥിതി ചെയ്യുന്നുണ്ടോ അത്രയും നമ്മളിലേക്ക് ശക്തി നിറയുകയും
ഏത് സ്ഥാനത്ത് ഏത് അനുഭവമാണോ നമുക്ക് ചെയ്യേണ്ടത് ആ അനുഭവം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബിന്ദുരൂപസ്ഥിതി അർത്ഥം ആത്മബോധം, അവ്യക്തസ്ഥിതി, അത് കൂടുതൽ കൂടുതൽ നമ്മൾ ദിവസവും എപ്പോഴും കർമ്മത്തിലും അഭ്യസിക്കണം. അതാണ് നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ ഉന്നതിക്കുള്ള മാർഗം. क्या एक सेकंड में अपने को बिंदु रूप में स्थित नहीं कर सकते हो? ഒരു സെക്കൻഡിൽ സ്വയം തന്നെ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യിക്കാൻ കഴിയില്ലേ? अगर अभी सबको कहे कि यह ड्रिल करो तो कर सकते हो? ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് ഈ ഡ്രിൽ അഭ്യസിക്കൂ എന്ന്, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? बिंदु रूप में स्थित होने से एक तो न्यारेपन का अनुभव होगा और जो आत्मा का वास्तविक गुण है उनका भी अनुभव होगा. ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ ഒന്ന് വേറിട്ട അനുഭവം ഉണ്ടാവും, മറ്റൊന്ന് ആത്മാവിൻ്റെ വാസ്തവിക ഗുണങ്ങളുടെയും അനുഭവം ഉണ്ടാകും. യഹ്വി പ്രാക്ടീസ് കരൂ, ഇതും പ്രാക്ടീസ് ചെയ്യും. ക്യോങ്കി അബ് സമയ കം ഹെ കാര്യ ജ്യാദാ കർണ ഹെ. കാരണം ഇപ്പോൾ സമയം കുറവും കാര്യങ്ങൾ കൂടുതലും ചെയ്യണം. അഭി സമയ ജാസ്തി ഔർ കാം കം കർത്തേ ഹോ. ഇപ്പം ബാബു പറയാണ് ഇപ്പോൾ കൂടുതൽ സമയമെടുത്ത് കാര്യം കുറച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. ശരിക്കും ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതായത് സമയം കുറച്ചെടുത്ത് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുകയാണ് വേണ്ടത്. आगे चल कर के तो समय ऐसा आने वाला है जो कि आप सभी की जीवन तो बहुत बिजी हो जाएंगी और समय कम देखने में आएगा. ഇനി മുന്നോട്ട് പോകുന്തോറും സമയം അങ്ങനെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വളരെ ബിസിയാകും, സമയം വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കാണുകയുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും അത്രയും ബിസിയാകും, അതായത് സമയം നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇപ്പോൾ ബാബ പറയുകയാണ് ഈ കിട്ടുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ തൻ്റെ സ്വപുരുഷാർത്ഥത്തിലും അതേപോലെ സേവനത്തിലും നമ്മൾ ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം. യഹ് ദിൻ ഔർ രാത്ത് 2 घंटे के समान महसूस करेंगे. ഈ പകലും രാത്രിയും 2 മണിക്കൂറിന് സമാനം നമ്മൾ ഫീൽ ചെയ്യുന്നു. 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും കുറച്ച് കഴിയുമ്പോൾ നമുക്കങ്ങനെ അനുഭവം ഉണ്ടാകും, വെറും 2 മണിക്കൂറായിട്ട്. अब से ही यह प्रैक्टिस करो कि कम समय में काम बहुत करो. അപ്പോൾ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യൂ, കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യൂ. समय को सफल करना भी बहुत बड़ी शक्ति है. സമയത്തെ സഫലമാക്കുക എന്നുള്ളത് വളരെ വലിയ ശക്തിയാണ്. जैसे अपनी एनर्जी वेस्ट करना ठीक नहीं है, वैसे ही समय को भी वेस्ट करना ठीक नहीं है. അപ്പോൾ ഏതുപോലെ തൻ്റെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല, അതേപോലെ സമയത്തെ വേസ്റ്റ് ചെയ്യുന്നതും ശരിയല്ല. ഏക്ക് ഏക്ക് പ്രജ പ്രഖ്യാത് ഹോങ്കി. ഓരോരുത്തരുടെയും പ്രജ പ്രത്യക്ഷമാകും. ജബ് പ്രജ പ്രഖ്യാത് ഹോങ്കി തബ് പദ് ഭി പ്രഖ്യാത് ഹോങ്ക. എപ്പോൾ പ്രജകൾ പ്രത്യക്ഷമാകുന്നു അപ്പോൾ പദവിയും പ്രത്യക്ഷമാകും. ഹരേക്ക് കി പ്രജ ഔർ ഭക്ത് പ്രഖ്യാത് ഹോങ്കി ഭവിഷ്യ പദ് കെ പഹലെ. ഓരോരുത്തരുടെയും പ്രജകളും ഭക്തരും പ്രത്യക്ഷമാകും ഭവിഷ്യ പദവിക്ക് മുൻപ്. ഭാവിയിൽ നമ്മുടെ പദവി എന്താണെന്നുള്ളത് വരുന്നതിന് മുൻപ് തന്നെ, അതായത് നമ്മുടെ പ്രജകൾ നമുക്ക് എത്ര പേരാണ്, അതുപോലെ നമ്മുടെ ഭക്തർ എത്രയാണ് എന്നുള്ളത് തെളിയും, മനസ്സിലാകും എന്ന് ബാബ പറയുകയാണ്. സംഗം കി സർവീസുമേ സഫലതാ സ്വരൂപ ക യാദഗാർ പ്രഖ്യാത് ഹോങ്ക. സംഗമത്തിൻ്റെ സേവനത്തിൽ സഫലതാ സ്വരൂപത്തിൻ്റെ സ്മരണ പ്രത്യക്ഷമാകും. ऐसा समय आने वाला है
जो कि आप अपनी कमाई नहीं कर सकेंगे, परंतु दूसरों के लिए बहुत बिസി हो जाओगे. അപ്പം അങ്ങനെയുള്ള സമയം വരാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ പറ്റുകയില്ല, പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ അത്രയും ബിസിയാകും. അഭി അപ്പനി കമായിക്ക ബഹുത്തോട സമയ ഇപ്പോൾ പിന്നെയും സ്വയം തനിക്ക് സമ്പാദിക്കുന്നതിനുള്ള കുറച്ച് സമയം കിട്ടുന്നുണ്ട്. ഫിർ ദൂസരോं की സർവീസ് करने में अपनी कमाई हो. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നതിൽ തന്നെയാണ് തൻ്റെയും പ്രാപ്തി അഥവാ തൻ്റെ സമ്പാദ്യം എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ സേവനം ചെയ്യേണ്ടി വരും. അപ്പോൾ വരാൻ പോകുന്ന സമയം എങ്ങനെയുള്ളതാണ് എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സമയത്തിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യാതെ ഇങ്ങനെ അലസരായിട്ടും അശ്രദ്ധയിലും പോവുകയാണെങ്കിൽ വരും ഭാവി നമ്മളിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും, നമ്മൾ കുറച്ച് പശ്ചാത്തപിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ബാബ നേരത്തെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. അതായത് നമ്മൾ ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സമയം വളരെ കുറച്ച് മാത്രം മതിയാകും. അത് നമ്മളിനി അനുഭവത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. അഭി യഹി ജോ തോടാ സമയം മിലാ ഹെ ഉസ്കാ പൂരാ ലാഭ് ഉഠാവും. ഇപ്പോൾ കുറച്ച് കിട്ടിയിരിക്കുന്ന ഈ സമയം അതിൻ്റെ ലാഭം പൂർണ്ണമായിട്ടും എടുക്കൂ. നഹി തോ ഫിർ യഹ് സമയ ഹി യാദായേഗ. അല്ല എങ്കിൽ പിന്നെ ഈ സമയവും നിങ്ങൾക്ക് ഓർമ്മ വരും. ഇസ്ലിയെ ജൈസേ ബി ഹോ ജഹാം പർ ബി ഹോ പരിസ്ഥിതിയ നഹി ബദലേങ്കി. അതുകൊണ്ട് ഇനി എങ്ങനെയായിരുന്നാലും നിങ്ങൾ എവിടെ തന്നെയായിരുന്നാലും പരിതസ്ഥിതികൾ മാറാൻ പോകുന്നില്ല. യഹി നഹി സോച്ചനാക്കി മുസീബത്തെ ഹൽക്കി ഹോങ്കി ഫിർ കമായി കരേങ്കി. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്ന്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുറയും, അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി നേടാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുരുഷാർത്ഥം ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാം എന്നൊരിക്കലും വിചാരിക്കരുത്. യഹ് തോ ദിൻ പ്രതിദിൻ അവർ വിശാല രൂപ ധാരൻ കരേങ്കി. ഇത് പിന്നെ ഓരോരോ ദിവസം കഴിയും തോറും കൂടുതൽ വിശാല രൂപം ധാരണ ചെയ്യും. പരന്തു ഇൻമേ രഹത്തെ ഹുയേ ഭി അപ്പനി സ്ഥിതിക്ക് പരിപക്വത ചാഹിയേ. ഇങ്ങനെയുള്ള പരിതസ്ഥിതികളിൽ കഷ്ടപ്പാടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ അവസ്ഥയെ ഒരു പരിപക്വതയിലേക്ക് കൊണ്ടുവരണം. इसलिए ही समय का ध्यान और अपने स्वरूप की स्मृति और इसके बाद फिर स्थिति इसका ध्यान रखना है. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ ശ്രദ്ധയും തൻ്റെ സ്വരൂപത്തിൻ്റെ സ്മൃതിയും, അപ്പോൾ ഇതിന് ശേഷം പിന്നെ തൻ്റെ സ്ഥിതി, ഇതിൽ ശ്രദ്ധ കൊടുക്കണം. അപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അതായത് സമയത്തിനനുസരിച്ച് പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോവുക, തൻ്റെ സ്ഥിതിയിൽ ഒരു പക്വത കൊണ്ടുവരിക. പരിതസ്ഥിതികൾ നന്നായതിനു ശേഷം നമുക്ക് നമ്മുടെ സ്വസ്ഥിതിയെ ഉയർത്താം എന്നൊരിക്കലും കുട്ടികൾ കരുതണ്ട. ഓരോരോ ദിവസം കഴിയും തോറും പരിതസ്ഥിതികൾ കൂടുതൽ വിശാലമായ രൂപം ധാരണ ചെയ്ത് നമ്മുടെ മുന്നിൽ വരും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ടും നമ്മുടെ സ്ഥിതിയെ നമ്മൾ നിശ്ചിന്തവും നിശ്ചലവും ശാന്തവുമാക്കുക. അതുതന്നെയാണ് നമ്മുടെ വിജയം. ഓം ശാന്തി.